നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുന്ന, ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കാർക്കും കൂടുതലായി അറിയില്ല. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് 3 പ്രാവശ്യം ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലമുണ്ട് എന്നാണ്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഓതുന്ന ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും നൽകുന്നതാണ്. ഏതൊക്കെയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് മുഅ്മിനായി, യഥാർത്ഥ മുസ്ലിമായി മരണപ്പെടാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് പറയാറുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ വിധത്തിലുള്ള ഹലാലായ മുറാദുകളും ഹാസുലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ഇശാ മഗ്രിബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷമോ ഒരു ഫാത്തിഹ നമ്മൾ മറന്നു പോകരുത്. ഒരു ഫാത്തിഹ. എന്താ നിയ്യത്ത്? അല്ലാഹുവേ, എന്നിൽ നിന്നും മരണപ്പെട്ടു പോയ എൻ്റെ കുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ, എൻ്റെ വാപ്പയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, അതുപോലെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരി സഹോദരന്മാർ, അതുപോലെ മുൻഗാമികളായ മഹത്തുക്കൾ, മുൻഗാമികളായ പ്രവാചകന്മാർ, എല്ലാവരുടെയും ഹദറത്തിലേക്ക്, എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഞാനൊരു ഫാത്തിഹ ഓതുന്നു എന്ന നിയ്യത്തിൽ ഇൻഷാ അല്ലാ. ഇനി ഓതി തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ, ഇന്നത്തെ മഗ്രിബിന് ശേഷം, അതായത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഏറ്റവും ബെസ്റ്റായ ടൈം, ഒരു ഫാത്തിഹ അവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യണം. കാരണം അങ്ങനെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന നല്ല മക്കളെ, നല്ല തലമുറകളെ അല്ലാഹു തആല നൽകുമെന്നാണ്. അതുകൊണ്ട് മറന്നു പോവണ്ട. ഇന്നത്തെ ഈ ദിവസം തന്നെ, ഇന്നത്തെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഇനിയുള്ള ദിവസങ്ങളിലും എന്ത് ചെയ്യണം? ഒരു ഫാത്തിഹ. നിയത്ത് നമ്മൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ആ ഫാത്തിഹ ഓതുന്നത്. അതിൽ ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, ശുഹദാക്കളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ. അത് മതി നമ്മുടെ ജീവിതം വലിയ റാഹത്തിലും സന്തോഷത്തിലുമാവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഖൈറുകളും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 5 രാത്രികളുണ്ട്. ആ 5 രാത്രികൾ വളരെയധികം അല്ലാഹു തആല സൂക്ഷ്മമായി, എപ്പോഴും അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഈ രാത്രികളിൽ വളരെ സൂക്ഷ്മമായി അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത്? എൻ്റെ അടിമകളിൽ ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത്? അതുകൊണ്ട് ഇന്നത്തെ ഈ രാവ് ദുആ, അതുപോലെ ദിക്റുകൾ, സുന്നത്തുകൾ, സ്വലാത്തുകൾ ഒന്നും നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 2 കാര്യങ്ങളാണ് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. ആ പേര് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലം. ഒന്ന്, മഹാന്മാർ കിതാബിൽ എഴുതി വെക്കുന്നു, ജനങ്ങളുടെ ഷർറിനെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ്. ജനങ്ങളുടെ ഷർറ്, അത് അസൂയയോടുകൂടി പറയുന്ന വാക്കുകളാവട്ടെ, കണ്ണേറാവട്ടെ, സിഹിറാവട്ടെ, നമ്മെപ്പറ്റി മോശം പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം പറയുന്നുണ്ടോ, എല്ലാ ജനങ്ങളുടെ ഷർറിനെ തൊട്ടും അല്ലാഹു തആല കാവൽ നൽകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇസ്മ്, അല്ലാഹുവിൻ്റെ പേര്. മാത്രമല്ല, ജനങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാനുണ്ടെങ്കിൽ അത് വേഗത്തിൽ കിട്ടാൻ ഈ ഇസ്മ പറയൽ കൊണ്ട് നമുക്കത് കരസ്ഥമാക്കാം. പിന്നെ തീർന്നില്ല, മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നു, ഒരു മനുഷ്യന് നമ്മൾ കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായി ആ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല. ഒന്നിരിക്കൽ അയാൾ തരാത്തതാവാം, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ആ പൈസ ഇല്ലാത്തതാവാം തിരിച്ച്. എങ്ങനെയാണെങ്കിലും അതിലൊരു സൊല്യൂഷൻ, അതിനൊരു പരിഹാരം ഈ ഇസ്മ പറയുന്നതോടുകൂടി അല്ലാഹു നൽകുമെന്നാണ്. നല്ല നിയത്തോടുകൂടി പറഞ്ഞാൽ
ഇപ്പോൾ നമ്മുടെ വീഡിയോകളുടെ താഴെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ കടം കൊടുത്തിട്ട് കിട്ടാനുണ്ട് ഉസ്താദെ, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരുപാട് സഹോദരന്മാരും കമന്റ് രേഖപ്പെടുത്താറുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറ് കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന ഈ ഇസ്മ പറഞ്ഞാൽ കടം കൊടുത്തിട്ടുള്ള പൈസ അത് വേഗത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. പിന്നെയോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു, ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്നു, അത് ഹോസ്പിറ്റൽ കേസാവട്ടെ, ജോലിയുടെ ആവശ്യമാവട്ടെ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതാവട്ടെ, എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്ന സമയത്തും ഈ ഇസ്മ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഈ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ കാവൽ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ ഉണ്ടാകുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. മറ്റൊരു പ്രതിഫലം നമ്മുടെ ഈമാൻ അല്ലാഹു തആല ഉറപ്പിച്ചു നൽകുമെന്നാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ആഖിർ സമാനാകുമ്പോൾ, അന്ത്യനാളാകുമ്പോൾ, നമ്മളൊക്കെ അന്ത്യനാളിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ജനതയാണ്. ഈ ആഖിർ സമാനിന്റെ അവസരത്തിൽ, അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങൾ, എൻ്റെ ഉമ്മത്തീങ്ങൾ വലിയ പ്രയാസത്തിലായിരിക്കും. എന്താണ് അവർക്ക് പ്രയാസം? അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ഭയപ്പെടുമെന്നാണ്. ഒരു തീക്കനൽ അവരുടെ കൈകളിൽ കൊടുത്താൽ ആ തീക്കനൽ മുറുകെ പിടിക്കാൻ അവർക്ക് പറ്റും, പക്ഷേ അവരുടെ ഈമാൻ അവരുടെ കൈകളിൽ പിടിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് ഈ ഒരു ഇസ്മിന്റെ വലിയ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകുന്നത്. മഹാന്മാര് പറയുന്നു, ഈ ഇസ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ്. മറ്റൊരു പ്രതിഫലം കൂടി പറഞ്ഞു തരുന്നു, സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു തആല നൽകുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഈ ഏതാണ് ആ ഇസ്മ? മഹാന്മാര് പറയുന്നു, യാ ഹക്കമു യാ അല്ലാഹ് എന്ന പേരാണ്. യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ 99 പേരുകൾ. ആ 99 പേരുകളിൽ ഒരുപാട് പേരുകൾ ഇസ്മുൽ അഅ്ലം എന്ന് മഹാന്മാര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ആ 99 പേരുകളിൽ ഒരു പേര് ഇസ്മുൽ അഅ്ലമാണ്, ഏറ്റവും ഉന്നതമായ പേരാണ്. ആ പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ദുആ സ്വീകരിക്കും. പല പണ്ഡിതന്മാരും പല പേരുകളാണ് ആ ഇസ്മുൽ അഅ്ലമായി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന യാ ഹക്കമു യാ അല്ലാഹ് എന്ന പേര് ഇസ്മുൽ അഅ്ലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ പേര് യാ ഹക്കമു യാ അല്ലാഹ് എന്താ അതിൻ്റെ അർത്ഥം? വിധികർത്താവായ അല്ലാഹുവേ എന്നാണ്. എല്ലാ കാര്യത്തിലും വിധി പ്രഖ്യാപിക്കുന്ന റബ്ബേ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ ഹക്കമു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ എല്ലാ നമസ്കാരത്തിന് ശേഷവും 11 പ്രാവശ്യം, എല്ലാ നമസ്കാരത്തിന് ഫർളായ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 11 പ്രാവശ്യം ഒരു മനുഷ്യൻ നല്ല ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ ഇതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന നല്ല നിയത്തോടുകൂടി പറഞ്ഞാൽ തീർന്നില്ല. അവൻ ഉറങ്ങുന്ന സമയത്ത് 33 പ്രാവശ്യവും ഇവൻ ഇത് മുടങ്ങാതെ പറഞ്ഞാൽ ഈ പറയപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും അള്ളാഹു നൽകും. ജനങ്ങളുടെ ശർറിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ്. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും എന്തെങ്കിലും ഉപകാരം കിട്ടാനുണ്ടെങ്കിൽ വേഗത്തിൽ കിട്ടും. അതുപോലെ കടം കൊടുത്ത പൈസ വേഗത്തിൽ തിരിച്ചു കിട്ടാൻ, ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൽ ഖൈറുണ്ടാവാൻ, ഈമാൻ വർദ്ധിക്കാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇത് ഉപകാരമാണ്. യാ ഹക്കമു യാ അല്ലാഹ് എന്ന ഇസ്മ ഒരിക്കലും മറന്നു പോവരുത്. അപ്പോൾ ഈ യാ ഹക്കമു യാ അല്ലാഹ് എന്ന ഇസ്മ അൽഹംദുലില്ലാഹ് ഇന്ന് മുതൽ, ഇന്നത്തെ പകല്, ഇന്നത്തെ ളുഹുർ നമസ്കാരം മുതൽ, അല്ലെങ്കിൽ ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ ഇശാ, ഇനി വരുന്ന സുബ്ഹി, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഓരോ നമസ്കാരത്തിന് ശേഷവും ഞാൻ 11 പ്രാവശ്യം പറയുമെന്ന നല്ല നിയ്യത്ത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും എടുക്കേണ്ടതുണ്ട്. നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ചിലപ്പോൾ ഒരു വക്തത്തിൽ നമ്മൾ മറന്നു പോയേക്കാം, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇത് ചൊല്ലി തീർക്കാൻ പറ്റിക്കോളണമെന്നില്ല. അങ്ങനെ മറന്നു പോകുന്ന അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ഓർക്കുന്ന സമയത്ത് യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് എന്ന് നമ്മൾ ഓർക്കുന്ന സമയത്ത് ഒരു 11 പ്രാവശ്യം പറഞ്ഞാലും മതി. ഇത് നമ്മൾ മറന്നു പോവാൻ പാടില്ല. അതുകൊണ്ട് യാ ഹക്കമു യാ അല്ലാഹ് എന്ന് ഇപ്പോഴേ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുക. വിധികർത്താവായ അല്ലാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായി എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും പറഞ്ഞു തരുന്നത്,
നമുക്ക് ചൊല്ലാൻ പറ്റിയ, നമുക്ക് പറയാൻ പറ്റിയ വിശുദ്ധമായ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽ ഒന്നായി മഹാന്മാർ പരിചയപ്പെടുത്തിയ, നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് അറിയാത്തവരായ ഒരു മുസ്ലിമും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഫാത്തിഹ നമുക്ക് ഇച്ചിരി ദൈർഘ്യമുള്ളത് കൊണ്ട് ഒരുപക്ഷെ പല ആളുകൾക്കും തെറ്റിപ്പോവാം. അങ്ങനെ ആളുകളുണ്ട്, ഫാത്തിഹ തെറ്റിപ്പോകുന്ന മുസ്ലിമീങ്ങളുണ്ട്, ഫാത്തിഹ പൂർണ്ണമായും ഓതാൻ അറിയാത്ത മുസ്ലിമീങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ചെറിയ സൂറത്ത്, കാരണം ഇത് 3-4 ആയത്തുകൾ മാത്രമാണുള്ളത്, ഈ ഒരു ചെറിയ സൂറത്ത് അറിയാത്തവരായി ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമ്മളൊക്കെ ചെറുപ്രായം മുതലേ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് നമ്മുടെ വായിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക്, മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന സൂറത്തുൽ ഇഖ്ലാസാൻ. ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ, ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സൂറത്തുൽ ഇഖ്ലാസാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഓതി വരുന്ന സൂറത്താണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറയുകയാണ്. എന്താ പറയുന്നത്? വന്ന സ്വഹാബി പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ കൂട്ടുകാരനായ ഇന്നാലിന്ന സ്വഹാബിയുടെ മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ എല്ലാം, മഅ്മൂമായി എപ്പോൾ നിസ്കരിച്ചാലും ഇമാമാകുന്ന ആ സ്വഹാബി എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്താണ് ഓതുന്നത് നിസ്കാരത്തിൽ. വേറെ ഒരു സൂറത്തും ഓതുന്നില്ല. ഇപ്പോൾ ളുഹ്ർ നിസ്കാരമാവട്ടെ, അസർ ആവട്ടെ, അല്ലെങ്കിൽ മഗ്രിബ് ആവട്ടെ, ഇശാ ആവട്ടെ, സുബഹി ആവട്ടെ, ഏത് നമസ്കാരമാണെങ്കിലും അവൻ നിസ്കാരത്തിൽ ഓതുന്ന സുന്നത്തായിട്ട് ഓതുന്ന സൂറത്തുൽ ഇഖ്ലാസാൻ. വേറെ ഒരു സൂറത്തും ഓതാറില്ല നബിയെ. അതെന്താണെന്നൊന്ന് ചോദിക്കണമെന്ന് ഒരു സ്വഹാബി വന്ന് നബിയോട് മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ മറ്റേ സ്വഹാബിയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തേ നീ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് തന്നെ ഇങ്ങനെ ഓതുന്നത് എന്തിനാണ്? ഫാത്തിഹ സൂറത്തിന് ശേഷം സുന്നത്തായി ഏതെങ്കിലും ഒരു സൂറത്ത് ഓതണമല്ലോ. ആ സമയത്തെല്ലാം ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്തിനാണ് നീ ഓതുന്നത്? വേറെ എന്താ സൂറത്തൊന്നും ഓതാത്തത് എന്ന് ചോദിച്ച സമയം ആ സ്വഹാബി പറഞ്ഞത്, നബിയേ, യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സൂറത്ത്. അത് ഓതുമ്പോൾ തന്നെ എൻ്റെ ഈമാൻ വർദ്ധിക്കുകയാണ് നബിയെ. മാത്രമല്ല അത് ഓതാൻ വലിയ എളുപ്പമാണ് നബിയെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വേഗത്തിൽ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന സൂറത്ത്. അപ്പോൾ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത്, എങ്കിൽ നീ ആ സൂറത്തുൽ ഇഖ്ലാസിനെ മുറുകെ പിടിച്ചോ. കാരണം നിന്നെയും കൊണ്ട് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കറിയാവുന്ന ഏത് സൂറത്ത് ഓതിയാലും കുഴപ്പമില്ല, സൂറത്തുൽ ഇഖ്ലാസിന് ഭയങ്കര മഹത്വമുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്കൊക്കെ മനസ്സിലാകുന്നത്. പിന്നെയോ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഫഖദ് ഖറഅ സുലുസുൽ ഖുർആൻ. ഒരു മനുഷ്യൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ 1/3 ഓതിയവനെ പോലെയാണ്. ഇനി 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ അവൻ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഖത്മ് തീർത്തത് പോലത്തെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. മറ്റൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, നബിയെ, ഒരുപാട് കടങ്ങളുണ്ട്, ഭാര്യക്കും കുട്ടികൾക്കും രോഗമാണ്, വീട്ടിൽ പട്ടിണിയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് ഭയമാണ്, ശത്രുക്കൾ വരുമോ ഇല്ലയോ എന്നുള്ള ഭയമാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, നീ നിന്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ, നീ പുറത്തു നിന്ന് വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് വീട്ടിൽ ആരെല്ലാം ഉണ്ടോ അവരോടൊക്കെ നീ സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് വേണം നിന്റെ വീട്ടിലേക്ക് കടക്കാൻ. വീട്ടിലേക്ക് കടന്നതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് നീ പാരായണം ചെയ്യണേ. എങ്കിൽ നിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. ഒരാഴ്ച കഴിഞ്ഞു, ആ സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി.
നല്ല നിയത്തോടു കൂടി ഓതിയാൽ വലിയ പ്രതിഫലമുണ്ട്. പിന്നെയോ മറ്റൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ അല്ലാഹു തആല എന്തു കൊടുക്കും? ബറക്കത്ത് കൊടുക്കും. 2 വട്ടം ഓതിയാൽ അവൻ്റെ ശരീരത്തിലും അവൻ്റെ കുടുംബക്കാരുടെ ശരീരത്തിലും കുടുംബാദികളിലും അള്ളാഹു ബറക്കത്ത് കൊടുക്കും. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെ അയൽവാസികളിലും അള്ളാഹു തആല ബറക്കത്ത് ഐശ്വര്യം കൊടുക്കുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് ഉറങ്ങുന്നവനെ പോലെയാണ്. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ ഈ പകലും ഇന്നത്തെ രാത്രി അതുപോലെ നാളെ ഇനി വരുന്ന എല്ലാ സമയത്തും ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഓതുമെന്നുള്ള നല്ല നിയ്യത്ത് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ഉണ്ടാവണം. അതുപോലെ സുന്നത്തായി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മറ്റു സൂറത്തുകൾ ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.